ശാഫിഈ ഇമാം ഉസ്താദ് റസൂലുള്ളാഹിനെ കാണുന്നു. തബഖാത്ത് ഇമാം സുബ്കി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. വേറെയും ഗ്രന്ഥങ്ങളിൽ ഇബ്നുൽ ജൗസിയും അതുപോലെയുള്ള മഹാന്മാരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. മഹാനായ ശാഫിഈ ഇമാം തങ്ങളുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് ബിൻ ഇദ്രീസ്, ശാഫിഈ ഇമാം തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിക്ക് എൻ്റെ ഒരു സലാം എത്തിച്ചു കൊടുക്കണേ. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ പറയണേ. റബീ റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യനെ ശാഫിഈ ഇമാം തങ്ങൾ അതാ ഒരു കത്ത് കൊടുത്തു വിടുന്നു. എന്നിട്ട് പറഞ്ഞു, കത്ത് തുറന്നു നോക്കിക്കൂടാ. റബീ റളിയല്ലാഹു അൻഹു കത്തും കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുക്കൽ വന്നു. കത്തിന്റെ ഉള്ളടക്കമാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കണ്ടു, നിങ്ങൾക്ക് സലാം പറഞ്ഞു, വാദത്തിൽ നിന്ന് മാറാതെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. കണ്ടില്ലേ, അത്ര വലിയ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അയൽവാസി. തെറ്റു ചെയ്ത് ജീവിക്കുന്നയാൾ, കുറ്റങ്ങളിൽ പെട്ടുപോയാൽ ഒരു ദിവസം ദർസിലേക്ക് വരികയാണ്. സലാം പറഞ്ഞു ഹംബലി ഇമാം തങ്ങൾക്ക്. മഹാനവറുകൾ സലാം മടക്കിയില്ല. ചോദിച്ചു, എന്തേ നിങ്ങൾ എന്റെ സലാം മടക്കാത്തത്? തെമ്മാടിക്ക് സലാം മടക്കിക്കൂടാ, പറഞ്ഞുകൂടാ. ബിദ്അത്തുകാരന് സലാം പറഞ്ഞുകൂടാ, മടക്കിക്കൂടാ. അത് ഇസ്ലാമിലെ അച്ചടക്ക സമീപനത്തിന്റെ ഭാഗമാണ്. അയാൾ മുസ്ലിം അല്ലാത്തത് കൊണ്ടല്ല, ഇസ്ലാമിന്റെ ഒരു അച്ചടക്ക സമീപനമാണത്. കാരണം അയാൾ ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചവനാണ് ഒരാൾ, മറ്റേയാളോ ദീനിന്റെ നിയമങ്ങളെ വിലവെക്കാത്തവനാണ്. സലാമോ ഒരു മുസ്ലിമായി ജീവിക്കുന്നവൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിവാദ്യമാണ്. ആ അഭിവാദ്യം ചിട്ട പാലിക്കുന്നവർക്കാണ്, പാലിക്കാത്തവരോടില്ല. അത് ഇസ്ലാമിന്റെ രീതിയാണ്. ചില ആളുകൾ പറയും സലാം പറഞ്ഞുകൂടാ എന്നത് തീവ്രവാദമല്ലേ? മോനെ, അല്ല. സലാം എന്താണ്? മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിവാദ്യമാണ്. ആ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ഒരാൾ അലങ്കോലപ്പെടുത്തിയാലോ അയാൾക്ക് ആ അഭിവാദ്യമില്ല. ഇസ്ലാമിന്റെ കർമ്മങ്ങളെ നിസാരപ്പെടുത്തിയാലോ അയാൾക്കും ആ അഭിവാദ്യമില്ല. അത് അച്ചടക്ക സമീപനമാണ്. അതെല്ലാ ഔദ്യോഗിക പദവികളിലുമില്ലേ, മാറ്റി നിർത്തലില്ലേ, ബഹിഷ്കരണമില്ലേ, സസ്പെൻഷൻ ഇല്ലേ, ഡിസ്മിസ് ഇല്ലേ, അതെല്ലാ ഓഫീസുകളിലും എല്ലാ കാര്യാലയങ്ങളിലും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ഇസ്ലാം വലിയ ഒരു പ്രസ്ഥാനമാണ്, അള്ളാഹുവിന്റെ മതമാണ്. അതിനതിൻ്റെതായ ചിട്ടയുണ്ട്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർ നമ്മുടെ വേദിയിലേക്ക് എത്തി. ഞാനിത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, സന്താനങ്ങൾ, അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. ഏറെ സാദാത്തുക്കൾ നമ്മുടെ സ്റ്റേജിലും നേരത്തെ ഇവിടെ തുടങ്ങി തന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു സലാം മടക്കിയില്ല. അമ്മൽ മുബ്തദിഉ വൽ ഫാസിഖു വലാ യുസല്ലിമു അലൈഹിം വലാ യുറദ്ദു ലഹും. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പോൾ ഒരാൾ എന്തുകൊണ്ടേ നീ സലാം മടക്കാഞ്ഞത് എന്ന് ചിലപ്പോൾ പ്രക്ഷോഭമുണ്ടാക്കിയേക്കാം. അവനോട് നമുക്ക് പറയാം, മോനെ, ഇത് നമ്മുടെ ഒരു സമീപന രീതിയാണല്ലോ. എന്നാൽ നീ റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തിയത് ഇതിനേക്കാൾ ഗുരുതരമാണല്ലോ. അല്ലാഹ് ഹറാമാക്കിയ കള്ളു കുടിച്ചത് ഇതിനേക്കാൾ ഗുരുതരമാണല്ലോ. അല്ലാഹ് വിലക്കിയ വ്യഭിചാരത്തിൽ പെട്ടുപോയത് വളരെ ഗുരുതരമാണല്ലോ. അപ്പൊ ഗുരുതരമായ തെറ്റു ചെയ്തവരോട് സസ്പെൻഷനും ഡിസ്മിസും ഒക്കെ ക്രമേണ ഉണ്ടാകണം. അത് ഇസ്ലാം എന്നൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭദ്രതയാണ്. അല്ലാതെ ഒരു സെൻസിറ്റീവായ ഇഷ്യൂ ആയി അതെടുക്കേണ്ടതല്ല. ഇസ്ലാം അത്ര ഭദ്രമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സലാം മടക്കിയില്ല.
ഉടനെ ഇയാളുടെ ചോദ്യം, യാ അബാ അബ്ദില്ലാ, ഓ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, നിങ്ങൾ എന്തേ എനിക്ക് സലാം മടക്കാഞ്ഞത്? ഞാൻ എൻ്റെ ജീവിതമൊക്കെ മാറ്റി നന്നാക്കി കഴിഞ്ഞു. ഖദിന്തഖൽതു അമ്മാ കുന്തു, ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം മാറ്റം വന്നുപോയി. ബിറുഇയാ റഅയ്തുഹാ, ഒരു സ്വപ്നം എനിക്ക് ലഭിച്ച ശേഷം ഞാൻ എൻ്റെ ജീവിതം നന്നാക്കിപ്പോയി. ഞാൻ എൻ്റെ ജീവിതം നന്നാക്കിപ്പോയി. ഒരു സ്വപ്നം ഞാൻ കണ്ട ശേഷം ഞാൻ നന്നായി പോയി തങ്ങളെ. ഉടനെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, എന്താണ് കണ്ടത്? പറയുന്ന മറുപടി കേട്ടോ. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗം, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ടു. കഅന്നഹു അലാ ഉൽവിൻ മിനൽ അർദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നതമായ സ്ഥലത്താണ്. വനാസുൻ കസീർ, ഒരുപാട് ജനങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് ഉന്നതമായ ഒരു സ്ഥലത്താണ്, ഒരുപാട് ജനങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട്. ഫയഖൂമു റജുലുൻ മിൻഹും ഇലൈഹി, ഓരോരുത്തരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, തങ്ങൾ ദുആ ചെയ്യണം. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നു. ഹത്താ ലം യബ്ഖ മിനൽ ഖൗമി ഗൈരി, ഞാനല്ലാത്ത എല്ലാവരും പോയി. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ദുആ ഇറക്കണം. എല്ലാവർക്കും ദുആ ചെയ്തു കൊടുത്തു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, എന്തേ മോനെ, ലിമലാ തഖൂമു ഇലയ്യ, എന്തേ നീ എന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാത്തത്? എന്തേ മോനെ നീ എഴുന്നേറ്റ് വരാത്തത്? എന്തേ മോനെ നീ എഴുന്നേറ്റ് വരാത്തത്? ഖുൽതു യാ റസൂലല്ലാഹ്, നബിയേ, യഖ്തഉനിൽ ഹയാഉ ലിഖബീഹി മാ അന അലൈഹി, ഞാൻ മോശക്കാരനാണ് നബിയേ, എനിക്ക് തങ്ങളുടെ അടുക്കൽ വരാൻ പറ്റൂല. ഞാൻ തെറ്റ് ചെയ്തു പോയ ആളാണ്, ഞാൻ തെമ്മാടിത്തരം ചെയ്തു പോയ ആളാണ്, എനിക്ക് തങ്ങളുടെ അടുക്കൽ വരാൻ പറ്റൂല. ഞാൻ മോശക്കാരനാണ് നബിയെ, അതുകൊണ്ട് നാണമാകുന്നു, തങ്ങളുടെ അടുക്കൽ വരാൻ വയ്യ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അങ്ങനെ നാണമുള്ള ആളാണെങ്കിലും, നീ അങ്ങനെ തെറ്റു ചെയ്ത ആളാണെങ്കിലും, നിന്റെ മനസ്സിൽ ഒരു ബോധമുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന ബോധം നിന്റെ കയ്യിലുണ്ടല്ലോ. ഫസല്ലി, അതുകൊണ്ട് വന്നെന്നോട് ദുആ പറഞ്ഞു. ഫഇന്നക ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, നീ തെറ്റു ചെയ്ത ഒരു ഫാസിഖാണെങ്കിലും, നീ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞ ഒരു ബിദ്അത്തുകാരനല്ല. നീ തെറ്റു ചെയ്ത ഒരു ഫാസിഖാണെങ്കിലും, നീ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞ ഒരു ബിദ്അത്തുകാരനല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അതാ 2 ബാങ്ക് നടപ്പിലാക്കി. അത് ശരിയായില്ലെന്ന് പറഞ്ഞവനല്ലല്ലോ നീ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 20 റക്അത്ത് ജമാഅത്തായി തറാവീഹ് ജമാഅത്തായി നടപ്പിലാക്കി. അത് ശരിയായില്ലെന്ന് പറഞ്ഞവനല്ലല്ലോ നീ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ നബി തങ്ങളെ നേരിട്ട് വിളിച്ചു. അത് ശരിയായില്ലെന്ന് പറഞ്ഞവനല്ലല്ലോ നീ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലിയ മഹാനാണ്.
അത് ശരിയായില്ലെന്ന് പറഞ്ഞ ആളല്ലല്ലോ നിങ്ങൾ. അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞു. ഖബറടക്കണമെങ്കിൽ അത് മോശമായി കണ്ടില്ലല്ലോ നീ. ഒരു സ്വഹാബിയും നിസാരമായി കാണാത്ത കാരണത്താൽ, നീ ഒരു സ്വഹാബിയും ചീത്ത പറയാത്ത കാരണത്താൽ നിങ്ങൾക്ക് വരാം. നീ വിനയമുള്ള ഖൽബിന്റെ ഉടമയാണ്, ചെയ്തുപോയ തെറ്റിൽ നാണമുള്ള ആളാണ്, അതുകൊണ്ട് വന്നോ. ഫഖുംതു ഫദഅലി, ഞാൻ എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. എനിക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു തന്നു. എന്റെ ഈമാനുള്ള ജനങ്ങളെ, ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ഇയാൾ പറയാണ്, ഞാൻ അപ്പോൾ തന്നെ ഞെട്ടി എഴുന്നേറ്റു തങ്ങളെ. വഖദ് ബഗ്ഗളല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, ഞാൻ ചെയ്ത തെറ്റുകളോടെല്ലാം എനിക്ക് അപ്പ തന്നെ വെറുപ്പ് വന്നുപോയി. അതിനു മുമ്പ് ഞാൻ ഇഷ്ടത്തോടെ ചെയ്ത തെറ്റുകൾ ഇതിൽ നിന്ന് ഉണർന്നപ്പോഴേക്ക് എനിക്ക് അനിഷ്ടമായി മാറി, ദേഷ്യമായി മാറി. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, യാ ജഅഫർ യാ ഫുലാൻ حدثوا بهذا واحفظوه فإنه ينفعه. അതൊന്ന് റിപ്പോർട്ട് ചെയ്തേ, അതൊന്ന് മനപ്പാടമാക്കി വെച്ചേ, അത് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ പാപികൾക്ക് പശ്ചാത്താപബോധമുണ്ടെങ്കിൽ, കള്ളു കുടിച്ചുപോയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തു പോയ കൂട്ടുകാരുണ്ടെങ്കിൽ, ഈ മജ്ലിസിൽ വെച്ച് ഹബീബിനെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നു. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ ദുആ ചെയ്യുന്നു. നമുക്കിവിടെ വെച്ച് തൗബ ചെയ്യണം, ഇവിടെ വെച്ച് റബ്ബിനോട് കിണപേക്ഷിക്കണം. അടുത്ത നിമിഷം മുതൽ നല്ല ജീവിതം വേണം. മോനെ, രാത്രി കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിനെ കണ്ടാൽ എന്ത് രസമുള്ള കിടത്തമാണ്. ആലോചിച്ചിട്ടുണ്ടോ മോനെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തണം. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. പക്ഷേ എനിക്ക് ആശങ്കയുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറി നിന്നു തരില്ലല്ലോ. ഞാൻ അവിടുത്തെ വാതിൽക്കൽ ഒന്ന് കാവൽക്കാരനായി നിന്നോട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മാറി തരില്ലല്ലോ. ഹബീബിന് ആവശ്യമുള്ള വെള്ളം ഞാനൊന്ന് കൊടുത്തോട്ടെ, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു മാറി തരില്ലല്ലോ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പോ മിസ്വാക്കോ ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരില്ലല്ലോ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് ഖിദ്മത്ത് ചെയ്തോട്ടെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മാറിത്തരില്ലല്ലോ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അതാ ഒരു വളണ്ടിയറെ പോലെ നിന്നോട്ടെ, ഹംസത്തുൽ കറാർ തങ്ങൾ മാറിത്തരില്ലല്ലോ. ഇങ്ങനെ നോക്കിയാൽ എനിക്ക് നിൽക്കാനിടമില്ല. ആശിഖീങ്ങളും സ്വഹാബികളും മുഹിബ്ബീങ്ങളും എല്ലാം അടുത്തു നിന്നുപോയി. എനിക്ക് സ്നേഹമുണ്ടാകണമെന്ന് സ്നേഹമുണ്ട്, പക്ഷേ എനിക്കർഹതയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്കിതൊന്നും കൊതിക്കാൻ പോലും പറ്റാത്ത പാപികളാണ്. അതുകൊണ്ട് അല്ലാഹ്, ഈ മഹാന്മാരെല്ലാം പോകുന്ന സ്വർഗത്തിന്റെ വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തിത്തരണം. അള്ളാന്റെ ഹബീബ് ആദ്യ സ്വർഗത്തിലേക്ക് പോകുമ്പോ വഴിയിലൊന്ന് കിടന്നാൽ അള്ളാന്റെ റസൂല് നോക്കുമ്പോ അതാ ഉമ്മത്തിലെ ഒരു പാപി കിടക്കുന്നു. പിന്നെ
പിന്നോട്ട് തട്ടൂല. നബിതങ്ങൾ സ്വർഗത്തിന്റെ വാതിൽക്കൽ കിടക്കുന്ന ഉമ്മത്തിനെ ഹബീബ് പിന്നോട്ട് തട്ടൂല, മുന്നോട്ടേ തട്ടൂ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തൊട്ട് പിന്നാലെ കാണും. നബിതങ്ങൾ തട്ടിയ സാധനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തട്ടാതിരിക്കൂല, പിന്നോട്ട് തട്ടൂല. അങ്ങനെ ഓരോരുത്തരും തട്ടി തട്ടി അവസാനം മമ്പുറന്തങ്ങളും വെളിയങ്കോട് മർഖാദീത്തങ്ങളും കൊണ്ടൂരുസ്താദും അതുപോലെയുള്ള ആശിഖീകൾ വൈബീകളെല്ലാം കടന്നെങ്കി ചേരുമ്പോ അവരുടെ തട്ടുകൊണ്ടെങ്കിലും ഒന്ന് കടന്നെനിക്ക് കിട്ടണം, അല്ലാതെ എനിക്കൊരു പ്രതീക്ഷയില്ല. ജല്ല ജലാലായ റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ട് ഹബീബിലേക്കൊരു ഇഷ്കങ്ങ് തന്നിട്ട് അതിലൊരു ഭ്രാന്തനാക്കി അങ്ങ് മാറ്റിയിട്ട് മദീനത്തെ ഒരു ഭ്രാന്തനായാൽ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആകുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് നൽകണേ അല്ലാഹ്, ഇഷ്ക് നൽകണേ അല്ലാഹ്, മഹബത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ കൈയൊഴിയല്ലേ അല്ലാഹ്. ഈ മജ്ലിസ് ഞങ്ങൾക്കതിനൊരു കാരണമാക്കണം റഹ്മാനേ, ഞങ്ങളെ കൈയൊഴിയരുതേ റഹ്മാനേ. اللهم صل على محمد يا رب صل عليه وسلم.